അപ്പോൾ ഇന്ന് നമ്മൾ ജപ്പാനിലെ മോസ്റ്റ് വിയേർഡ് സ്മെല്ലിയസ്റ്റ് ഡിസ്ഗസ്റ്റിംഗ് സൂപ്പർ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതിൻ്റെ അകത്ത് സോയാ സോസും മസ്റ്റാർഡൊക്കെ ഉണ്ട്. നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒത്തൻറ്റിക് ആയിട്ട് കഴിക്കണം. ഒത്തൻറ്റിക്. ഒരു കവറുണ്ട് അകത്ത്, ഒരു ഇളക്കാണ്. ഇതെന്തും മറിമായും എന്താ ഇത് വലേ മേക്കപ്പിനായിട്ടൊരു കിറ്റാറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഉപകാരത്തില്ലാന്ന് തോന്നുന്നില്ല. ഇതിങ്ങനെയല്ല കഴിക്കേണ്ടത്. ഇത് കുറച്ച് നമ്മളിങ്ങനെ ഇളക്കണം. ഇത് കാണുമ്പോൾ വേറെന്തെങ്കിലുമായിട്ട് തോന്നുന്നുണ്ടോ? തികച്ച് സാങ്കല്പികം മാത്രം കേട്ടാ. കൊച്ചെത്തി ഒരു സാധനം അടിച്ചു കയറും. ഈ ചോപ്പ് സ്റ്റിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു. ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടോ. വരും ദിവസങ്ങളിൽ വരും. ഞാൻ ഇതിനെ തുടക്കം സൂപ്പർ ഫുഡ് എന്ന് വിളിച്ചില്ലേ, അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വായിച്ചു. അപ്പോൾ ഗായ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ട്രൈ ചെയ്യും. A few moments later. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. One eternity later. എന്താ പറയുക, ഒരു വാമത്വം സ്റ്റിക്കി ആയിട്ടകത്ത് ഇനി വരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റും ഒരു കയ്പും സ്റ്റിക്കായിട്ട് നന്നായി ഉപകാരപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും ജാപ്പനീസുകാർ ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന സാധനമാണ്. അവരെങ്ങനെ വീഡിയോ കണ്ട കഥ. അപ്പോൾ അതിനൊരു തീരുമാനമായല്ലേ. ശരി എന്നാ.